അപ്പോൾ നമ്മളിതിൻ്റെ ബോട്ടം പീസിൽ റണ്ണിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന വീലെന്ന് പറയുന്നത് TPI 20യുടെ വീലാണ്. നാലിൽ സെറ്റാക്കിയിട്ടുണ്ട്. കണ്ട ഹായ് ഹലോ, വേൾടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന പറയുന്നത് വാർഡ്രോബ് സ്ലൈഡിങ് ചെയ്യുന്ന, അതായത് കുറഞ്ഞ ബഡ്ജറ്റിൽ എങ്ങനെ വാർഡ്രോബ് സ്ലൈഡിങ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാമെന്നുള്ള വീഡിയോ ആയിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ നമ്മുടെ ചാനലിൽ ഈ സ്ലൈഡിങ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിനകത്ത് എല്ലാം ഉൾപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ ഫുള്ള് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ വാർഡ്രോബിൻ്റെ ഫ്രെയിം ഓൾറെഡി ചെയ്ത് ഷീറ്റൊക്കെ അടിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇത് ഇച്ചിരി ലോങ്ങിലെ വർക്കായതുകൊണ്ട് നമ്മൾ 2 പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്, കൊണ്ടുപോകാൻ സൗകര്യത്തിന് വേണ്ടി. അപ്പോൾ ഇതൊരു സെക്ഷനാണ്, അടുത്തൊരു സെക്ഷനാണ് ഇത്. ഇതുപോലെ 2 സെക്ഷൻ നമ്മൾ കൊണ്ടുപോകാൻ എളുപ്പത്തിന് വേണ്ടി 2 രീതിയിലാണ് ചെയ്തേക്കുന്നത്. നമ്മളിനി ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന 2 ഫ്രെയിം ഒന്നിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിനകത്ത് ഫ്രണ്ടിൽ നമുക്ക് ടോപ്പ് ആൻഡ് സൈഡ് ഫ്രെയിം കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് അളവെടുക്കാൻ വേണ്ടി നമ്മളിതിൻ്റെ 2 സൈഡ് 2 ഫ്രെയിം നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന 2 ഫ്രെയിം കൂടെ ജോയിൻ ചെയ്യാൻ പോവാണ്. പിന്നെ നമ്മളിനി ടോപ്പ് ആൻഡ് സൈഡിൻ്റെ കട്ട് ചെയ്യാൻ വേണ്ടിയുള്ള അളവെടുക്കുകയാണ്. കറക്റ്റ് ഔട്ടർ ടു ഔട്ടർ അളവങ്ങ് എടുക്കുക. കറക്റ്റ് 6 അടി വരുന്നുണ്ട്. ജസ്റ്റ് ടോപ്പിലും ബോട്ടത്തിലും എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിച്ച് നോക്കുക, അളവ് സെയിം ആണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ നമ്മൾ ഹൈറ്റ് എടുക്കുന്നതും ഔട്ടർ ടു ഔട്ടർ അളവങ്ങ് എടുക്കുക. അപ്പോൾ നമ്മളിതിൻ്റെ ഫ്രണ്ടിൽ സ്ലൈഡിങ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത് നമ്മളെ സൂപ്പർ സ്ലൈഡിങ്ങിൻ്റെ ടോപ്പ് ആൻഡ് സൈഡ് സെക്ഷനാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മൾ ഡോറിനടിക്കുന്നത് നമ്മൾ സാധാ ഡബിൾ മൈക്കാണ്. നമുക്ക് കിട്ടിയ അളവെന്ന് പറഞ്ഞാൽ കറക്റ്റ് നമ്മുടെ ഫ്രെയിം ഔട്ടർ ടു ഔട്ടർ 72 അപ്പോൾ നമ്മൾ ഇതിനകത്ത് 1/2 നൂല് കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. കാരണം കറക്റ്റ് ലെവലിന് വെച്ച് അടിക്കാൻ വേണ്ടി നമ്മൾ 71/16 15 നമ്മൾ വിട്ട് കട്ട് ചെയ്യുന്നത്. ഹൈറ്റ് അതുപോലെ 77/78. അപ്പോൾ നമ്മൾ ഹൈറ്റ് പീസിലാണ് ആംഗിൾ വെക്കുന്നത്. ഇങ്ങനെ ജസ്റ്റ് ആംഗിൾ വെച്ചിട്ട് ഹോളടിച്ച് റിവേറ്റ് അടിക്കുക. ഇതാണ് ബോട്ടം പീസായിട്ട് വരുന്നത്. അപ്പോൾ ബോട്ടം പീസിൻ്റെ ബാക്ക് സൈഡിൽ ഈ സൈഡിൽ നമ്മൾ വേർ സ്ട്രിപ്പ് ഇട്ട് കൊടുക്കുക. അങ്ങനെ വേർ സ്ട്രിപ്പ് ഇട്ട് കൊടുക്കുമ്പോഴത്തേന് ഇതിൻ്റെ നമ്മുടെ മൈക്ക് ഇതിനകത്തൂടെ റൺ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ബാക്ക് സൈഡിൽ പറഞ്ഞ് ചെറിയ സൗണ്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ സ്ട്രിപ്പ് കയറ്റിയിടുന്നത്. സ്ട്രിപ്പ് കയറ്റിയിടുമ്പോഴത്തേന് ഇത് കുറച്ച് ഫ്രീ ആവും, അതുപോലെ തന്നെ സൗണ്ടും വരത്തില്ല. അപ്പോൾ നമ്മൾ ടോപ്പ് ആൻഡ് സൈഡ് ഫ്രെയിം കൂട്ടി കണ്ട് ഇതുപോലെ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ടിൽ വെച്ച് ഇത് സെറ്റ് ചെയ്യും. ഇതിനകത്താണ് ഇനി നമ്മളിത് ഫ്രെയിം കൂട്ടി ഓരോ റിവറ്റ് വെച്ച് നമ്മൾ അടിച്ചിട്ടുള്ളൂ. കാരണം ഇത് ഊരിയിട്ട് ലാസ്റ്റ് നമുക്ക് സൈഡിൽ നിന്ന് ഡോറോടെ കയറ്റിയിട്ടതിന് ശേഷം നമുക്കിത് സൈഡ് കയറ്റാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മളിത് ജസ്റ്റ് അളവെടുക്കാൻ വേണ്ടി ഓരോ റിവറ്റ് ചെയ്ത് വെച്ചതന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് ഇതിൻ്റെ അളവെടുക്കണം. അപ്പോൾ നമ്മളിതിന് ആദ്യം എടുക്കുന്ന അളവ് വിത്തിൻ്റെ അളവ്. അപ്പോൾ നമ്മളിത് ഫസ്റ്റ് സെൻറ്റർ വരയ്ക്കുക.
നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് 35 സെൻറ്റർ. കറക്റ്റ് 35 വരച്ചിട്ട് അതിൽ നിന്ന് 1 ഇഞ്ച് കൂട്ടി നമുക്ക് പിന്നെ ഡബിൾ മാർക്ക് കട്ട് ചെയ്യുക. 1 ഇഞ്ച് കൂട്ടി. അപ്പോൾ ഇവിടെ അവിടെ 1 ഇഞ്ച് കൂട്ടി കട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ച് കാണിക്കാം. അപ്പം ഫ്രണ്ടിൽ വരുന്ന ഡോർ ഇവിടെ, ബാക്കിൽ വരുന്ന ഡോർ ഇങ്ങനെയും വരും. ഇങ്ങനെ നമ്മൾ കവറായി നിൽക്കും. അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പിന്നെ ബാക്ക് സൈഡിൽ ചെറിയൊരു ഗ്യാപ്പ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഗ്ലാസ് ഡോറിൻ്റെ സ്ട്രിപ്പ് വെച്ച് ഇവിടെ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ആ ഗ്യാപ്പും ഫില്ല് ആകും. കാരണം ഇങ്ങനത്തെ പാറ്റുകളൊന്നും കയറാൻ ചാൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ലിപ്പ് ഇതുപോലെ കയറ്റിയിട്ട് അളവെടുത്തത്. അപ്പോൾ ഇത് സെൻറ്റർ അളവെടുത്തിട്ട് അതിൽ നിന്ന് 1 ഇഞ്ച് കൂടെ കൂട്ടി നമ്മുടെ വിത്ത് കട്ട് ചെയ്യുക. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ ഡോർ അടയുമ്പോൾ ഞാൻ ഇങ്ങനെ വയ്ക്കും. ഇതേ ഒരു ഫ്രണ്ട് ഡോർ, ഇത് ബാക്ക് ഡോർ. അപ്പോൾ നമുക്ക് ഇത്രയും കവറായി കിട്ടും. ബാക്കിൽ നമുക്ക് ഗ്ലാസ് ഡോറിൻ്റെ സ്ട്രിപ്പ് അടിച്ച് കഴിഞ്ഞാൽ ഫുള്ള് കവറായി കിടക്കും. അപ്പോൾ നമ്മളിതിൻ്റെ ബോട്ടം പിന്നെ പീസിൽ റണ്ണിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന വീലെന്ന് പറയുന്നത് TPI 20 വീലാണ്. അപ്പോൾ ഇതുകൊണ്ട് ഇതിൽ ഇങ്ങനെ 20 വീലാണ് നമ്മളിതിന് ബോട്ടത്തിലടിക്കുന്നത്. അപ്പോൾ നമ്മളിത് റണ്ണിങ് സ്പീഡ് കൂടാൻ വേണ്ടി ഫ്രീ ആവാൻ വേണ്ടി നമ്മളൊരു പിന്നെ ബോട്ടം പീസിനകത്ത് 4 വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ എങ്ങനെ അടിക്കുന്നതെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ നമ്മളിതിൽ വീലടിക്കുന്ന പറഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് സൈഡ് ലെവൽ വരുന്ന രീതിയിൽ വീലടിക്കാവും. ഫ്രണ്ടിലേറ്റ് അടിക്കില്ല. ഫ്രണ്ടിലേറ്റ് അടിച്ചാൽ നമ്മൾ ഷീറ്റ് ഇടാൻ നേരത്ത് പാടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ബാക്ക് ലെവൽ വരുന്ന രീതിയിൽ നമ്മൾ ഈ വീലടിക്കും. അപ്പോൾ ഇത് ഹോൾ വെട്ടി ഷീറ്റ് വെച്ചിട്ട് റിബറ്റ് അടിക്കുക. നമ്മളിത് ഈ കോർണറിൻ്റെ ഗ്യാപ്പ് ഇട്ടിട്ടാണ് അടിക്കാം. കോർണർ ഒന്ന് തട്ടാത്ത രീതിയിൽ ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മളിത് അതിനകത്ത് വെച്ച് വരയ്ക്കുക. അപ്പോൾ നമ്മൾ ബോട്ടം പീസിൻ്റെ വീല് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് 4 വീല് വെച്ചാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇനി ചാനലിനകത്ത് ഇട്ടിട്ട് ഇനി അതിൻ്റെ അളവെടുക്കണം. നമ്മളിനി വീല് ഫിറ്റ് ചെയ്ത് ബോട്ടം പീസ് നമ്മൾ ചാനലിനകത്ത് ഇട്ടിട്ട് ഇതിൻ്റെ ഹൈറ്റ് പീസ് അളവെടുക്കാൻ പോകണം. അപ്പോൾ നമ്മൾ 4 വീല് ഫിറ്റ് ചെയ്ത് ഇപ്പോൾ തന്നെ നല്ല ഫ്രീ ആണ്. അപ്പോൾ നമ്മൾ ഹൈറ്റ് അളവെടുക്കാൻ വേണ്ടി നമ്മളിത് ഇതിനകത്ത് ഉള്ളിൽ കുത്തിയിട്ട് അകത്ത് കുത്തിയിട്ട് ഇതിൻ്റെ ഏറ്റിൽ നിന്ന് ഒരു നൂല് കൂട്ടുക. അങ്ങനെ എടുത്താലും മതി. അല്ലെങ്കിൽ നമ്മുടെ ഈ ചെയ്തേക്കുന്ന വീലിൻ്റെ സെക്ഷൻ എടുത്ത് താഴ്ത്തിട്ട് ബോട്ടം പീസിൻ്റെ ഈ അറ്റത്തുനിന്ന് ടേപ്പ് പിടിച്ചിട്ട് ടോപ്പിൽ ഈ എൻഡിൽ നിന്ന് ഒരു 3 നൂല് കൂട്ടി അളവെടുക്കുക.
നമ്മൾ സ്ലൈഡിങ്ങിൻ്റെ ഒരു ഡോറ് കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിക്കുവാണ്. ഇത് നമുക്കിപ്പം ഫിക്സ് ചെയ്യാത്തതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് കയറ്റിനകത്ത് ഇട്ട് പോകാം. ഇങ്ങനെയാണ് സംഭവം റണ്ണിങ് ആവുന്നത്. അത് മെയിനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ ഈ ഡബിൾ മൈക്കയുടെ ബാക്കിൽ പിന്നെ വേർ സ്ട്രിപ്പ് ഇടല്ലോ. വേർ സ്ട്രിപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു ടൈറ്റ് ആവും. ഇത്രയും മാറ്റി അടിച്ചെന്ന് പറഞ്ഞാൽ അകത്തേറ്റി അടിച്ചു കഴിഞ്ഞാൽ ഹാൻഡിലകത്ത് പോകും, ഇത് അടയത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഡബിൾ മൈക്കയുടെ ഗ്യാപ്പ് ഇട്ടിട്ട് ഹാൻഡിൽ അടിച്ചേക്കുന്നത്. ഇത് കറക്റ്റ് പൊസിഷനിൽ നിൽക്കും. അപ്പോൾ നമ്മുടെ വാർഡ്രോബിൻ്റെ സ്ലൈഡിംഗ് ഡോറിൻ്റെ ഫിറ്റിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ ഒരു മിററും അതുപോലെ തന്നെ നമുക്കൊരു ഡ്രോയർ, ഒരു ഡോറ്, ബാക്കി ഫുള്ള് സ്ലൈഡിങ് ആണ്. ഒരു സെറ്റിൽ ഫുള്ള് തട്ട്. ഈ സൈഡിൽ ഹാങ്കിങ്ങും അതുപോലെ തന്നെ അടിയിൽ നമ്മളൊരു സെറ്റി ഡ്രോയർ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനകത്തും സാധനങ്ങൾ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. ബാക്കി താഴെ 2 തട്ട്. അപ്പോൾ നമ്മൾ സ്ലൈഡിംഗ് ഡോറിൻ്റെ ഫുള്ള് വർക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നേരത്തെ ചെയ്തിരുന്ന വീഡിയോക്കകത്ത് എല്ലാം ഉൾപ്പെടുത്താത്തത് ഇത് ഫുള്ള് നമ്മൾ ഉൾപ്പെടുത്തി ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഇനി അടിപൊളി പുതിയ വീഡിയോ വീണ്ടും എത്തുന്നതായിരിക്കും. ബൈ.